സോ ഗൈസ്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന പോലെ ഇനി മുതൽ യൂട്യൂബിലും നമ്മൾ വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഐലാൻഡിലെ സ്റ്റോക്കിനെ പറ്റിയിട്ടാണ്. അതേപോലെ തന്നെ ഡെയിലി അപ്ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ കാണാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളെ സ്റ്റാഫിനൊന്ന് പരിചയപ്പെടാം. അഫി ഫ്രം കൂട്ടായി. എന്തൊക്കെയാണ് നമ്മൾ ഐലാൻഡിൽ നമ്മൾ കസ്റ്റമേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഐലാൻഡിൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് മെയിനായിട്ട് ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ട പൗച്ചും ഗ്ലാസ്സും ഒക്കെ എല്ലാവരും കൊടുക്കുന്നതാണ്. അതിൽ കാര്യമില്ല. അതിപ്പോൾ ഏത് ഷോപ്പിൽ പോയാലും പൗച്ചും ഗ്ലാസും കവറും അതേപോലെ തന്നെ എയർപോഡ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ചാർജർ അത് കൊടുക്കുന്നുണ്ടല്ലോ. അതല്ല, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് മറ്റുള്ള ഷോപ്പിനെ സംബന്ധിച്ച് നമ്മുടെ ഷോപ്പിനുള്ള ഒരു പ്രത്യേകത അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെന്താണ്? കസ്റ്റമേഴ്സിന് ടെൻഷൻ അടിപ്പിക്കാന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ഇവിടെ മറ്റേ ഓപ്പറേഷന് വരുന്നതല്ല. അതല്ലേ ഞാൻ പറയട്ടെ, കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് കസ്റ്റമേഴ്സിന് നമ്മൾ 1 ഇയർ വാറന്റി കൊടുക്കും. 1 ഇയർ വാറന്റി. ഈ 1 ഇയർ വാറന്റിയിൽ എന്തൊക്കെ പെടും? അതായത് ഫോൺ പൊട്ടിപ്പൊളിഞ്ഞാലും വാറന്റി കിട്ടുമോ? അതല്ല മറ്റുള്ള എന്തെങ്കിലും ഫോണിന്റെ ഡിസ്പ്ലേ പോയ വാറന്റി കിട്ടുമോ? അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇങ്ങനെ ചോദിക്കല് ഇവിടെ ഷോപ്പിലുള്ള ആളല്ലേ? ഇത് കസ്റ്റമേഴ്സിനെ അറിയണം. അതായത് ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന പോലെയാണ്. അവർക്ക് ആവശ്യം ഉണ്ടാവും. അതായത് അവർ ഇത്രയും ദൂരം ടൈം സ്പെൻഡ് ചെയ്ത് നമ്മളെ ഷോപ്പിലേക്ക് വരുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതായത് നമുക്ക് ഇന്നത് കിട്ടണം. ഒരു ഷോപ്പ് ചെന്ന് കഴിഞ്ഞാൽ ഇന്ന സംഭവങ്ങൾ നമുക്ക് കിട്ടണം, എന്നാലല്ലേ അവർ ഇങ്ങോട്ട് വരുള്ളൂ. നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. വേറെ ഏത് ഷോപ്പിൽ നിന്നും യൂസ്ഡ് ഫോൺ എടുത്തു കഴിഞ്ഞാൽ 1 ഇയർ വാറന്റി കൊടുക്കില്ല. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മന്ത്. ഈ 1 ഇയർ വാറന്റിന്റെ ഉള്ളിൽ 1 മന്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരാണ്. എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ അതായത് ഉദ്ദേശിക്കുന്നത് എങ്ങനെ? നമ്മുടെ കയ്യിൽ നിന്ന് വീണ് താഴെ വീണ് പൊട്ടെ, ഈ വെള്ളത്തിൽ വീഴ്, ഇങ്ങനത്തെ ഇഷ്യൂസിലൊന്നും നമ്മൾ വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് പിന്നെ മറ്റുള്ള ഷോപ്പായി കൊടുക്കുന്നില്ല. മറ്റുള്ള ഒരു ഷോപ്പ് കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ കൊടുക്കുന്നില്ല അങ്ങനെ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത കാര്യം ബാക്കി ഇനിയിപ്പോ അങ്ങനെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഷ് ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ മറ്റുള്ള ഷോപ്പിന് വെച്ച് നോക്കുമ്പോൾ ഐലാൻഡ് വ്യത്യസ്തമാക്കുന്നത്. ഓര് ചെയ്യുന്നുണ്ട്, എന്താ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓര് ചെയ്യുന്നില്ല, നമ്മൾ ചെയ്യുന്നത്. അതിൽ കാര്യമില്ല. ഇല്ലല്ലോ. അപ്പൊ നമ്മൾ 1 ഇയർ കൊടുക്കുന്നുണ്ടല്ലോ വാറന്റി. അത് പുറത്ത് കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ സ്പെഷ്യൽ തന്നെയല്ലേ അല്ലേ? യൂസ്ഡ് ഫോണിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ഫോണിന് മാത്രമല്ല, യൂസ്ഡ് ഫോണിന് നമ്മൾ 1 ഇയർ വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാകുമ്പോ ഫ്രഷ് എടുക്കുന്ന ഒരു ഫീൽ തന്നെ യൂസ്ഡ് ഫോൺ എടുക്കാനും പറ്റും. ട്രസ്റ്റ് ചെയ്തെടുക്കാം. അതാണ് മെയിൻ. ട്രസ്റ്റ് ചെയ്തെടുക്കാൻ. പിന്നെ ഇൻ കേസ് ഇപ്പോൾ എൻ്റെ ഫോണ് പെട്ടെന്ന് ഞാൻ ഒരു ഫോൺ എടുത്തു, ഒരു 50 Pro Max ഞാൻ എടുത്തു. ഒരു 3-4 മാസം കഴിഞ്ഞ് ആ ഫോൺ പെട്ടെന്ന് ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു. ഞാനത് ട്രസ്റ്റ് ചെയ്ത് വിശ്വസിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള സൊല്യൂഷനുകൾ ചെയ്തു തരുമോ? അതിന് എനിക്ക് മുന്നേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നമ്മളെ ഷോപ്പിലുള്ള ആൾക്കാരാണ്, എന്നാലും പറയാണ് മുന്നൊക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. വേറെ ഷോപ്പിൻ്റെ പേരൊന്നും ഇപ്പോൾ അവിടെ വെളിപ്പെടുത്തുന്നില്ല. നമ്മൾ ഫോൺ എടുത്തു, ഒരു 30 Pro എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 5-6 മാസം നോർമലി യൂസ് ചെയ്ത് ഓവർ ചാർജിങ് കാര്യങ്ങളൊന്നും ചെയ്യാതെ വൃത്തിക്ക് യൂസ് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഫോൺ ഓഫായി. പിന്നെ ഓൺ ആവുന്നില്ല. കൊണ്ടേ കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് IC കംപ്ലൈൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇത് ഏത് IC ചോദിച്ചപ്പോൾ CPU ആണ്. ചാർജിങ് IC മീൻസ് ഇൻ കേസ് ചാർജ് ചെയ്ത് കംപ്ലൈൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മളെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്, കോപ്പി ചാർജറാണെന്നൊക്കെ പറയാം. CPU കംപ്ലൈൻറ്റ് വരുമ്പോൾ അപ്പോൾ അങ്ങനെ അവർ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് അവരിത് ക്ലെയിം ആവില്ല, അല്ലെങ്കിൽ ക്ലെയിം ആവണ്ട, നമുക്കൊരു 50% ഇതെന്താ പറയുക പൈസ നമ്മൾ കൊടുക്കാനും റെഡിയായിരുന്നു. പക്ഷെ അവരത് ചെയ്തു തന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുറെ ബാഡ് എക്സ്പീരിയൻസ് കസ്റ്റമേഴ്സിന് ഉണ്ടാവാറുണ്ട്, ഉണ്ടായിട്ടുമുണ്ട്. കൊടുക്കുന്നില്ല. അതായത് നമ്മൾ കസ്റ്റമേഴ്സിന് ഇപ്പോൾ നമ്മളെ കൊണ്ട് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നമ്മൾ ചെയ്തു കൊടുക്കും. അതായത് കസ്റ്റമറിന് ലോസ് ഇല്ലാണ്ട് നമുക്ക് ലോസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് മാക്സിമം എത്രത്തോളം ചെയ്ത് കൊടുക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഇൻ കേസ് ഈ 1 ഇയർ കഴിഞ്ഞ് വാറന്റി കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മൾ കസ്റ്റമേഴ്സിനെ ആ 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതായത് നമ്മൾ കളയുന്നില്ല കസ്റ്റമേഴ്സ്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോളോ അപ്പുകൾ കൊടുക്കുന്ന. അതെ, കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. മാത്രമല്ല 1 ഇയർ മാത്രമല്ല, ഈ 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഇൻ കേസ് ഈ 1 ഇയർ കഴിഞ്ഞല്ലോ വാറന്റി കഴിഞ്ഞല്ലോ വിചാരിച്ച് നിങ്ങൾ ആ ഒരു ടെൻഷനും വേണ്ട. 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളെ പറ്റുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന രീതിയിൽ കസ്റ്റമറിന് എന്താ പറയുക ലോസ് വരാത്ത രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ, ബൈ. ഓക്കെ, ബൈ.